52 വയസ്സുള്ള നിർധനനായ ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. ഇരുവൃക്കകളും തകരാറിലായ ഏങ്ങണ്ടിയൂർ കൾച്ചർ കോളേജിന് കിഴക്ക് താമസിക്കുന്ന പീഡിയക്കൽ ആനന്ദനാണ് തുടർ ചികിത്സയ്ക്ക് സഹായം തേടുന്നത്. ഇദ്ദേഹത്തിന്റെ 2 കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. കൂടാതെ വീഴ്ചയിൽ നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ് കിടപ്പിലുമാണ്. ഭാര്യ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. 2 മക്കളുണ്ട്. വാടക വീട്ടിലാണ് താമസം. ആനന്ദൻ 2 കണ്ണ് ആദ്യം തകരാറിലായി, കാഴ്ച നഷ്ടപ്പെട്ടു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കിഡ്നി 2 ഡാമേജ് ആയത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം വീട്ടുമുറ്റത്ത് വീണ് തണ്ടലിന് കാര്യമായ ക്ഷതം വരെയും പൂർണ്ണമായിട്ടും തളർന്ന് ഇപ്പോൾ കിടപ്പിലാണ്. ഭാര്യയും 3 മക്കളാണുള്ളത്. പ്രത്യേകിച്ച് വരുമാനമൊന്നും അവർക്കില്ല. ഭാര്യ ലോട്ടറിയാണ് വിറ്റ് ആണ് കുടുംബം കഴിച്ചിരുന്നത്. ഇപ്പോൾ ആനന്ദം കിടപ്പിലായത് കാരണം അവർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് യാതൊരു മാർഗം കുടുംബത്തെ സംബന്ധിച്ചില്ല. ഉദാര മനസ്സിലായ എല്ലാ നാട്ടുകാരുടെയും അലങ്കമായ സഹായം ഈ കുടുംബത്തിന് ഉണ്ടാവണം എന്നാണ്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആനന്ദിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനായി കനറ ബാങ്ക് ചേറ്റുവ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. സുമനസ്സുകൾക്ക് ആനന്ദിന്റെ ചികിത്സയ്ക്കായി സഹായം ചെയ്യാവുന്നതാണ്. മുന്നേ അദ്ദേഹത്തിന് 2 കണ്ണും കാഴ്ചയില്ലാത്തൊരവസ്ഥ വന്നു. ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 2 കിഡ്നി വീക്കായി. അത് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഈ വാടക വീട്ടിൽ വെച്ചിട്ട് വീണ് അദ്ദേഹത്തിൻ്റെ തണ്ടൽ മുറിഞ്ഞു. വളരെ ദയനീയ അവസ്ഥയിൽ ഇപ്പോൾ വീട്ടിൽ ട്രീറ്റ്മെൻറ്റിലാണ്. 3 ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് തണ്ടൽ അനക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് ഈ പോണതൊക്കെ ആംബുലൻസിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഉപജീവനമാർഗം എന്ന് പറയുന്നത് ലോട്ടറി വിറ്റ് ചെറിയ തുച്ഛമായ സംഖ്യ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ ദയനീയാവസ്ഥയായ ആൾക്കാർക്ക് ഇവിടെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ നല്ല മനസ്സുള്ള ആൾക്കാർ കൂടി ഒരു മീറ്റിംഗ് കൂടി അതിൻ്റെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു.